കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വ്ളോഗർ ജുനൈദിന്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:20 വ്ളോഗർ ജുനൈദ് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് പോകുന്ന ഭാഗത്തുള്ള മരത്താണി എന്ന് പറയുന്ന പ്രദേശത്തെ വളവിന് സമീപത്താണ് ജുനൈദിനെ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. ഇവിടെയുണ്ടായിരുന്ന ഒരു മൺകൂനയിലേക്ക് ജുനൈദ് സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം കയറി ജുനൈദ് വാഹനത്തിൽ നിന്ന് തെറിച്ച് മരണപ്പെട്ടതാണ് എന്നാണ് പോലീസിന്റെ നിഗമനങ്ങളിൽ പറയുന്നത്. അതേസമയം ആദ്യഘട്ടത്തിൽ ജുനൈദ് അപകടത്തിൽപ്പെട്ട സമയത്ത് ആരും അത് കണ്ടിരുന്നില്ല. പിന്നീട് ബസ് തൊഴിലാളികൾ അവിടെ എത്തിയപ്പോഴാണ് ജുനൈദ് രക്തത്തിൽ വാർന്ന നിലയിൽ കാണുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുനൈദിന്റെ തലയുടെ പിറകുഭാഗത്ത് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതേസമയം ഇന്ന് പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജുനൈദിന്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് ജുനൈദ് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. കൂടാതെ ജുനൈദ് അപകടത്തിൽ പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പോലീസിലേക്ക് ഒരാൾ വിളിക്കുകയും ഒരാൾ വളരെ വേഗത്തിൽ ബൈക്കിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജുനൈദ് മദ്യപിച്ചുകൊണ്ട് അമിത വേഗതയിൽ സഞ്ചരിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. ഇതുമൂലമുണ്ടായിട്ടുള്ള അപകടത്തിലൂടെയാണ് ജുനൈദ് മരണപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ജുനൈദ് മരണപ്പെട്ടതിന് പിന്നാലെ ഒരുപാട് ദുരൂഹതകൾ ഉയർന്നിരുന്നു. ആ ദുരൂഹതകൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ജുനൈദിനെ ഒരു പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പീഡന പരാതി നിലനിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജുനൈദിന്റെ മരണത്തെ തുടർന്ന് ഒരുപാട് അസ്വാഭാവികതകൾ ഉയർന്നു തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് ഗൗരവമായി പരിഗണിച്ചത്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് കടന്നത്. അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ വളരെ നിർണായകമായ റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നതും ജുനൈദ് അപകടത്തിൽ പെടുന്നതിന് മുമ്പ് പോലീസിന് ലഭിച്ച ഒരു ഫോൺ കോളും പോലീസിന് ഈ സംഭവത്തിൽ നിർണായകമാകുന്നു. അതേസമയം ഇപ്പോൾ പോലീസ് ഈ കേസുമായി എത്തിയിരിക്കുന്നത് ഈ കേസിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ്. അതേസമയം ജുനൈദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി സംസ്കരിക്കുമെന്നുള്ളതാണ് നേരത്തെ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ.